വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്കിൽ നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖല പൂർണ്ണമായും നിശ്ചലമായി. പണിമുടക്കിന്റെ ഭാഗമായി LDF, UDF അനുകൂല തൊഴിലാളി സംഘടനകൾ നഗരത്തിൽ വെവ്വേറെ പ്രകടനങ്ങളും യോഗങ്ങളും നടത്തി. ദേശീയ പണിമുടക്ക് സിന്ദാബാദ്. ഇരുവിഭാഗവും CNG റോഡ് ഉപരോധിച്ചതോടെ ഗതാഗതം മിനിറ്റുകളോളം തടസ്സപ്പെട്ടു. LDF അനുകൂല തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൗണിൽ ഉജ്ജ്വലമായ പ്രതിഷേധ പ്രകടനം നടന്നു. തുടർന്ന് CNG റോഡിൽ നടന്ന പ്രതിഷേധ യോഗം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് M. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. TP യൂസഫ്, മാത്യു കാരംവേലി, K. മോഹനൻ, N. വിനോദ് കുമാർ, രാകേഷ്, അയ്യൂബ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. UDF അനുകൂല സംഘടനകളും വെവ്വേറെ പ്രകടനങ്ങളുമായി നഗരത്തിൽ പ്രതിഷേധം അറിയിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നതും പൊതുഗതാഗതം നിലച്ചതും ജനജീവിതത്തെ ബാധിച്ചു. ഈ ലേബർ കോഡിലൂടെ രൂപപ്പെട്ടിട്ടുള്ളത് 300 തൊഴിലാളികൾ ഇല്ലാത്ത ഏത് വ്യവസായത്തിലും ഏത് നിമിഷവും യാതൊരു കാരണവുമില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ മുതലാളിക്ക് അവകാശം കൊടുക്കുന്ന ഒരു നിയമമാണ് ഈ ലേബർ കോഡിൽ ആദ്യമായി തൊഴിലാളികൾക്കെതിരായി വന്നിരിക്കുന്നത്. കൃഷിക്കാർക്ക് സംഘടിക്കാൻ അവകാശമില്ല, തൊഴിലാളികൾക്ക് സംഘടിക്കാൻ അവകാശമില്ല. ഈ നാടിന്റെ പ്രതിഷേധങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ നിന്ന് എടുത്തു കളയാൻ കഴിയുമെന്ന് വെല്ലുവിളിക്കുന്ന ഭരണകൂടത്തിനെതിരായിക്കൊണ്ടാണ് ഈ സമരം രൂപം കൊണ്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ ജനകോടികളിൽ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ തൊഴിലാളികളാണ്. ആ തൊഴിലാളികളും കൃഷിക്കാരുമാണ് സമരരംഗത്ത്. അത് ആകാശത്ത് വിമാനം പറത്തുന്ന വൈമാനികനും കടലിൽ കപ്പലോടിക്കുന്ന കപ്പിത്താനും നമ്മുടെ തെരുവുകളിൽ വൃത്തിയാക്കുന്ന ശുചി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആബാലവൃദ്ധ മനുഷ്യർ ഈ സമരത്തിന് മുമ്പിൽ അണിനിരന്നിരിക്കുകയാണ്. ഈ തൊഴിലാളികളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട്, ഈ സമൂഹത്തെ ആകെ അടിച്ചമർത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ കോർപ്പറേറ്റ് നയം നടപ്പാക്കാമെന്നാണ് ഒരു പണിമുടക്ക് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയാകെ സ്തംഭിക്കുന്ന തരത്തിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലും കിട്ടിയ വിവരമനുസരിച്ച് കഴിഞ്ഞകാല ദേശീയ പണിമുടക്കിനെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള പണിമുടക്കമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സംഘടിത മേഖലയിൽ കോർപ്പറേറ്റുകൾ നയിക്കുന്ന പല സ്ഥാപനങ്ങളും പണിമുടക്ക് ബാധിക്കാറില്ല. എന്നാൽ ഇക്കുറിയിലെ പണിമുടക്കിൽ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ പലതും അടഞ്ഞു കിടക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി. അത്തരത്തിൽ ഒരു ദേശീയ പണിമുടക്കം ഇന്ത്യക്കകത്ത് വലിയ ജനപങ്കാളിത്തത്തോടെ നടക്കാൻ ഇടവന്ന സാഹചര്യം. ഇവിടെ നിരവധി ആളുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. 13 പൊതു ഡിമാൻഡുകളാണ് ഈ സമരവുമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് തൊഴിലാളികളെ മാത്രമല്ല, ഇന്ത്യയിലെ സമസ്ത വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമായി ഇത് രൂപാന്തരപ്പെടുകയാണ്. ഇന്ത്യയിലെ 140 കോടി വരുന്ന ജനങ്ങളിൽ ഏതാണ്ട് 96 കോടി ആളുകൾ വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യുന്നവരാണ്. അനുബന്ധമായുള്ള ഏതാണ്ട് 20-ൽ പരം കോടി ആളുകൾ, ചുരുക്കത്തിൽ ഒരു 110-120 കോടി ആളുകൾ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്. ആ മേഖലയ്ക്കാകെ മരണമണി മുഴക്കുന്ന നിയമനിർമ്മാണമാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.